ഹായ് കുട്ടികളെ, നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. നമ്മൾ വാൽമീകി മഹർഷിയുടെ നേരത്തെ ഉള്ള പേര് എന്താണെന്ന് ഉള്ളതിനെക്കുറിച്ചായിരുന്നല്ലോ അല്ലേ. അദ്ദേഹം പണ്ട് രത്നാകരൻ എന്നൊരു കാട്ടാളനായിരുന്നു. പിന്നീട് തപസ് ചെയ്ത് വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നതിനാൽ വാൽമീകി എന്ന പേര് വന്നു. വിശദമായി ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമുക്ക് ബാക്കി കഥയിലോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ വെച്ച് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ആ കഥയിൽ നോക്കിയാൽ കാണാം. രാമലക്ഷ്മണന്മാരും സീതയും ഗംഗയുടെ തീരത്ത് പർണശാല കെട്ടി സുഖമായി വസിച്ചു. ഈ സമയം അയോധ്യയിൽ നിന്ന് പോന്നിട്ട് കുറച്ച് ദിവസമായില്ലേ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ. ദശരഥൻ ശ്രീരാമൻ്റെ അമ്മയായ കൗസല്യയുടെ അടുത്ത് എത്തി. നേരത്തെ ഭരതൻ്റെ അമ്മയായ കൈകേയിയുടെ അടുത്തായിരുന്നു കൂടുതലും താമസിച്ചിരുന്നത്. പക്ഷേ കൈകേയിയുടെ ദുഷ്ടമായ വാക്കുകൾ ഇതൊക്കെ കേട്ടപ്പം ദശരഥന് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ആ ദുഷ്ടരുമായുള്ള കൂട്ടുകെട്ടിൽ കൈകേയിയുടെ മനസ്സൊക്കെ മാറി. അവൾ അതിമോഹം വന്ന് രാമനെ 14 വർഷം കാട്ടിലയക്കുന്നതിനും തൻ്റെ പുത്രനായ ഭരതനെ രാജാവാക്കണമെന്നും പറഞ്ഞില്ലേ. അങ്ങനെ ദശരഥനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. ആ ദുഃഖം കാരണം ദശരഥന് മനംനൊന്ത് രാമൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. രാമൻ്റെ ഗൃഹത്തിൽ വെച്ച് ദശരഥൻ ചരമം പ്രാപിച്ചു. രാജ്ഞിമാരുടെ വിലാപം കേട്ട് രാജഗുരുവും മന്ത്രിയും മറ്റുള്ളവരും ഒക്കെ വേഗത്തിലെത്തി. എന്താ അവിടെ ബഹളം കേൾക്കുന്നതെന്ന് അന്വേഷിച്ച് ദശരഥൻ്റെ ചരമവാർത്ത അറിഞ്ഞു. ശേഷം വസിഷ്ഠൻ പറഞ്ഞു, ഇനിയും വേഗം തൈലം പുരട്ടി തോണിയിൽ കിടത്തു ദശരഥൻ്റെ ശരീരം. എന്നിട്ട് എത്രയും വേഗം ചെന്ന്, മക്കളാരുമില്ല, ഇനിയിപ്പോൾ ശ്രീരാമനെ വിളിച്ചാൽ എന്തായാലും ശ്രീരാമൻ വരത്തില്ല, അതുകൊണ്ട് ഭരതശത്രുഘ്നന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ കേകയത്തിൽ പോയ അവരെ എളുപ്പത്തിൽ അയോധ്യയിലെത്താൻ പറഞ്ഞു വിട്ടു. എന്താ ഭരതൻ എന്തോ മനസ്സിലൊരു വല്ലാത്ത ഒരു ഭയം, എന്തോ സംഭവിച്ചിരിക്കുന്നു. അയോധ്യയിലേക്ക് ഇത്ര എളുപ്പം മടങ്ങിച്ചെല്ലാൻ പറഞ്ഞത്. അയോധ്യയിൽ എത്താറായപ്പോഴോ വഴി മുഴുവൻ ഒരു നിശബ്ദത. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വേഗം അമ്മയുടെ അടുത്തെത്തി. അമ്മയുടെ വാക്കുകൾ കേട്ട് ദുഃഖത്തോടെയും പരിഭവത്തോടെയും ഭരതൻ നിന്നു. കാരണം അമ്മ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ഭംഗിയായി ശരിയാക്കിയിട്ടുണ്ട്, നിന്നെ രാജാവാക്കും, പിന്നെ നിനക്ക് ഭയക്കണ്ട, ശ്രീരാമനെ 14 വർഷം വനവാസത്തിനും വിട്ടു. അത് കേട്ടപ്പോഴത്തേക്കും ഭരതന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അവിടെ നിൽക്കാതെ അമ്മയുടെ മുഖത്തേക്ക് വളരെ കോപത്തോടെ നോക്കിയിട്ട് കൗസല്യ മാതാവിൻ്റെ അടുത്തെത്തി ആ പാദത്തിൽ നമസ്കരിച്ചു. ഭരതനെ കൗസല്യ വാത്സല്യത്തോടെ പുണർന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാം കർമ്മഫലമാണ്. ഉടനെ ഭരതൻ പറഞ്ഞു, മാതാവേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, കൈകേയി മാതാവാണ് ഇതിനെല്ലാം കാരണം. ഉടനെ കൗസല്യ പറഞ്ഞു, ഇല്ല മകനെ, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, ഇതിന് കാരണക്കാരൻ നീ അല്ലെന്ന് അറിയാം എന്ന് പറഞ്ഞ് ഭരതനെ ആശ്വസിപ്പിച്ചു. അവിടെ നിന്നിരുന്ന പരിചാരികമാർ ഉറക്കെ കരയാൻ തുടങ്ങി. ഈ കൗസല്യയും ഭരതനും തമ്മിലുള്ള ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട്. അപ്പോഴത്തേക്കും മന്ത്രിയും വസിഷ്ഠനും ഒക്കെ ഓടി വന്ന് എന്താണ് എന്നറിയാൻ. വേഗം ഭരതൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണാമം ചെയ്തു. ഗുരു പറഞ്ഞു, സങ്കടപ്പെടാതെ ഇരിക്കൂ, പിതാവിന് പ്രായവുമായി, അദ്ദേഹം എല്ലാം ഭംഗിയായി നിർവഹിച്ചു. മരണം എല്ലാവർക്കും ഒരിക്കൽ സംഭവിക്കും, അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കേണ്ട. അദ്ദേഹം സ്വർഗത്തിൽ പോയി നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു, യാഗങ്ങളൊക്കെ ചെയ്തു, ദാനങ്ങളൊക്കെ ചെയ്തു. എല്ലാവർക്കും അദ്ദേഹത്തിന് സ്വീകാര്യമെന്നതുകൊണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട. അതുകൊണ്ട് വേഗം നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇനിയും സംസ്കാര കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഗുരു പല കാര്യങ്ങളും ശത്രുഘ്നോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇനിയും സമയം കളയാതെ സംസ്കാരാദി കർമ്മങ്ങളെല്ലാം ഭംഗിയായി നടത്തുക, അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ഭരതൻ വസിഷ്ഠൻ്റെ നിർദ്ദേശമനുസരിച്ച് വേണ്ട രീതിയിൽ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞു, ഇനിയും എത്രയും വേഗം രാജാവായി കുമാരൻ രാജ്യം പരിപാലനം ചെയ്യണം. അങ്ങനെയാണല്ലോ അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാം അതിന് സമ്മതവുമാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞു. അങ്ങ് എന്താണ് പറയുന്നത്? അമ്മയുടെ വാക്കുകൾ കേട്ട് പിതാവ് അത് ചെയ്തത്. ജ്യേഷ്ഠനാണ് രാജാവാകേണ്ടത്. ഞങ്ങൾ കിങ്കരന്മാരായി നിന്നുകൊള്ളാം. അതുകൊണ്ട് നാളെ പുലർച്ചെ മൂവരെയും കൂട്ടിക്കൊണ്ടു വരുവാൻ അങ്ങയോടും
ഗുരുപത്നിയോടും മന്ത്രി, പൗരജനങ്ങൾ, മാതൃജനങ്ങൾ, പിന്നെ രാജോചിതമായ എല്ലാ ഒരുക്കങ്ങളോടും ചെന്ന് എതിരേറ്റുകൊണ്ടുവന്ന് അഭിഷേകം നടത്തും. അദ്ദേഹം ഒപ്പം വന്നില്ലെങ്കിൽ ഞങ്ങളും താപസവേഷത്തിൽ ഭൂമിയിൽ കഴിയും, അയോധ്യയിൽ വരികയില്ല. എല്ലാവരും ഭരതൻ്റെ സ്നേഹം കണ്ട് പറഞ്ഞു, നോക്കൂ, നിഷ്പ്രയാസം രാജാവാകാൻ അവസരം ലഭിച്ചിട്ടും അത് നിരസിച്ചു. മൂത്ത മകനാണ് രാജാവാകേണ്ടതെന്ന് പറഞ്ഞു. എത്ര ഉദാത്തമായ മാതൃകയാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടി വനത്തിലെത്തി രാമനുമായി കണ്ടുമുട്ടി. താതന് സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചരമവാർത്ത അറിയിക്കുന്നു. പിന്നീട് ഗുരുദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് പിതാവിന് വേണ്ടിയുള്ള ബലികർമ്മങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ ജ്യേഷ്ഠനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്, ഞങ്ങളുടെ കൂടെ വരണമെന്ന് നിർബന്ധം പിടിച്ചു. രാമൻ പലതും പറഞ്ഞു ഭരതനെ ആശ്വസിപ്പിച്ചു. ഗുരുദേവനോട് പറഞ്ഞു, കണ്ണുകൊണ്ട് കാണിക്കുവാണ് ഗുരുദേവനോട് ഭരതനെ എല്ലാം പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ. അങ്ങനെ ഭരതനെ ഗുരുദേവൻ എല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഭഗവാനാണ്, നാരായണനാണ്, അവതാരമാണ് രാമൻ എന്നൊക്കെ പറഞ്ഞ് ഭരതനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഭരതൻ പറഞ്ഞു, അങ്ങ് 14 സംവത്സരം കഴിഞ്ഞ് വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ദേഹം ഉപേക്ഷിക്കും. പിന്നെ അങ്ങ് വരുന്നത് വരെ അങ്ങയുടെ പാദകം സിംഹാസനത്തിൽ വെച്ച് രാജ്യം പരിപാലിച്ചോളാം. അങ്ങനെ ആ പാദകം ശിരസിൽ വെച്ച് നന്ദിഗ്രാമത്തിലെത്തി ഭരതൻ രാജ്യം പരിപാലിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.